നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നാം അവതരിപ്പിക്കുന്നത് മേടസംക്രമവും അതിന്റെ ഫലങ്ങളുമാണ്. മേടസംക്രമ ഫലവും സംക്രമ ഫലത്തിൽ വരുന്നത് സൂര്യസംക്രമത്തിന്റെ ഫലവും അതേപോലെ തന്നെ ദേവതാ ഉദയത്തിന്റെ ഫലവും പ്രത്യേകമാണ്. മറ്റ് നക്ഷത്ര ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫലപ്രവചന രീതിയാണ് ഇത്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോയെ സമീപിക്കുക. 27 നക്ഷത്രങ്ങളുടെയും പ്രത്യേകം അത്തരത്തിൽ സംക്രമ ഫലവും നക്ഷത്ര ഫലങ്ങളും പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്ര ഫലങ്ങളും പ്രത്യേകമായിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ദേവതാ ഫലവും സംക്രമ ഫലവും നക്ഷത്ര ഫലവും ഒക്കെ പരസ്പരം വ്യത്യസ്തങ്ങളായിരിക്കാം. എല്ലാത്തിലും നല്ലത് വരികയാണെങ്കിൽ അത് ആ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണപ്രദവും, മധ്യമമാണ് എങ്കിൽ അതിനനുസരിച്ചും, ദോഷമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളും ചെയ്ത് വരുന്ന ഒരു വർഷക്കാലം മുന്നോട്ട് പോവുക. അതായത് മേടമാസത്തിലെ സംക്രമവും അതിനുശേഷം അടുത്ത മേടം വരെയുള്ള സംക്രമത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1 തീയതി വിഷു മുതൽ കൊല്ലവർഷം 1202 ആണ്ട് മീനമാസം അവസാനം വരെയുള്ള ഒരു വർഷത്തെ വിഷു സംക്രമ ഫലവും ദേവതാ ഫലവും നക്ഷത്ര ഫലവുമാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അതായത് 2026 വിഷു മുതൽ അടുത്ത വിഷുവിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ ഫലം. ഇപ്പോൾ നമുക്ക് പൂരം നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് പൂരം നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ നോക്കാം. പൂരം നക്ഷത്രക്കാർക്ക് മധ്യഷട്കമാണ്. ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷ വസ്ത്ര ആഭരണങ്ങളും ഒക്കെ ലഭിക്കാം. പൂരം നക്ഷത്രക്കാർക്ക് ദേവത ശിവനാണ്. അതുകൊണ്ട് തന്നെ മനോദുഃഖവും കുടുംബ സുഖഹാനിയും ഒക്കെ ഉണ്ടാകാം. ഇപ്പോൾ നമുക്ക് പൂരം നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. പൂരം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഹിതകരമായ സംസാരമുള്ളവരും സാമർഥ്യത്തോടെ പ്രവർത്തിക്കുന്നവരും ഭൃത്യ സ്വഭാവമുള്ളവരും ധൈര്യം ഉണ്ടെങ്കിലും ഉള്ളിൽ പേടിയുള്ളവരുമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ഉറച്ച മനസ്ഥിതിയുള്ളവരും സ്ഥിരസമ്മതമുള്ളവരും വീട്ടുകാര്യങ്ങളിൽ സമൃദ്ധിയും കാര്യനിർവഹണ ശേഷിയും ഉള്ളവരും ആയിരിക്കും. ഈ ഒരു വിഷു വർഷക്കാലം കുടുംബത്തിലും ജീവിതത്തിലും സമാധാനം ലഭിക്കുകയും ഔദ്യോഗികമായ ഉയർച്ചയും മികവും മുടങ്ങിക്കിടന്ന വ്യാപാരമോ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളോ പരിഹരിക്കപ്പെടുവാനുള്ള അവസരവും ലഭിക്കുന്നു. 10 വയസ്സുവരെ ഉള്ളവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും നിറഞ്ഞ ഒരു വർഷമായിരിക്കും. 10 വയസ്സ് മുതൽ 16 വയസ്സുവരെ ഉള്ളവർക്ക് യഥാവിധിയുള്ള പരിചരണങ്ങൾ ചിലപ്പോൾ കുറയുന്നതാണ്. വിദ്യയിൽ മന്ദത വരാതെ നല്ല പരിശ്രമം ചെയ്യേണ്ട സന്ദർഭങ്ങളുമാണ്. 16 വയസ്സ് മുതൽ 26 വയസ്സുവരെയുള്ള പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം ആരോഗ്യപരമായിട്ടുള്ള മെച്ചങ്ങളും വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ചയും ഉണ്ടാകാൻ ഉള്ള സാഹചര്യങ്ങളുണ്ട്. കൂടാതെ ഉന്നത വിദ്യാഭ്യാസത്തിന് പരിശ്രമിക്കുന്നവർക്ക് ആഗ്രഹം നിറവേറ്റാൻ കഴിയുന്നതുമാണ്. വിവാഹ സാമ്പത്തിക ലാഭങ്ങളും ഉണ്ടാകും. 26 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് നല്ല പരിശ്രമവും വിജയവും നേടാൻ പറ്റുന്ന വർഷമാണ്. 33 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം ആരോഗ്യപരമായിട്ടുള്ള പല വിഷയങ്ങൾക്കും ആശ്വാസം ഉണ്ടാകും. 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് പുതിയ വാഹനം വാങ്ങുവാനും കൂടാതെ ധനധാന്യ സമൃദ്ധിയും സന്താനങ്ങൾക്ക് സൗഭാഗ്യവും ഒക്കെ ഉണ്ടാകുന്നതാണ്. 72 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ വർഷം ഇഷ്ടഭക്ഷണം, പുണ്യക്ഷേത്ര സന്ദർശനം, ആരോഗ്യ പരിപാലനം, സന്തോഷവും ഇവയും ലഭിക്കുന്നതാണ്. വ്യാഴം വർഷത്തിന്റെ കൂടുതൽ പങ്കും 11ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ്. തൊഴിൽ രംഗത്ത് മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക ദുരവസ്ഥ ഒട്ടൊക്കെ പരിഹൃതമാകുന്നതുമാണ്. സൽപ്രവർത്തികളിലൂടെ സമൂഹ മധ്യത്തിൽ അംഗീകാരം സ്വന്തമാക്കുന്നതിന് സാഹചര്യം ഒരുങ്ങുന്നതാണ്. നവസംരംഭങ്ങൾ യാഥാർത്ഥ്യമാവുന്നതാണ്. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്ക് പരിഗണന നൽകി പ്രവർത്തിക്കുവാൻ ശ്രദ്ധ കാട്ടുന്നതാണ്. രാഹു 7ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അനുരാഗ കാര്യങ്ങളിൽ ശിഥിലത വരാൻ സാഹചര്യമുണ്ട്. ദാമ്പത്യ ജീവിതത്തിലും അലോസരം തലപൊക്കാം. വീട് വെക്കാനോ വാങ്ങാനോ വളരെയധികം പ്രയത്നിക്കേണ്ട സ്ഥിതി വരുന്നതുമാണ്. കേതു ജന്മനക്ഷത്രത്തിൽ കുറച്ചു കാലം സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യത്തെ അത് ബാധിക്കാം. അഷ്ടമശനി ആയതുകൊണ്ട് തന്നെ ഉറ്റവരുടെ ദേഹവിയോഗാദികൾ മനസ്സിനെ മ്ലാനമാക്കാൻ ഇടയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.